6 ദിവസം കൂടെ കഴിഞ്ഞാൽ ആ മരുന്ന് എങ്ങനെ മേടിക്കും? ഞാൻ എന്തോ ചെയ്യും? ഒരു മകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗതികേടാണ്, ഏറ്റവും വലിയ കഷ്ടപ്പാടാണ് അമ്മയുടെ പ്രാഥമിക ആവശ്യങ്ങൾ വരെ നിർവഹിക്കേണ്ടി വരിക എന്നുള്ളത്. എനിക്ക് കുറേ കാലത്തോടെ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എൻ്റെ അമ്മ ജീവിച്ചിരിക്കണം എന്നുള്ള കാര്യം. നമസ്കാരം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ശരീരം തന്നെയാണ്. എന്തെങ്കിലും അസുഖങ്ങളായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഉള്ള ബുദ്ധിമുട്ടൊക്കെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ചികിത്സാ ചെലവൊന്നും ആർക്കും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. മെഡിസിനൊക്കെ അത്രയും വിലയാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മണികണ്ഠനാണ്. മണികണ്ഠന് 24 വയസ്സാണുള്ളത്. മണികണ്ഠൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സ്വന്തം അമ്മയുടെ പ്രാഥമിക ആവശ്യങ്ങൾ വരെ നിറവേറ്റി കൊടുക്കേണ്ട ഒരു ഗതികേടിലാണ് ഈ ചെറുപ്പക്കാരനുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹാർട്ടിനാണ് അസുഖം. വളരെ സീരിയസ് ആയിട്ടൊരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കൂടിയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ആരുമില്ല മണികണ്ഠൻ, അച്ഛനില്ല, ആരുമില്ല. ഓരോ കടയിൽ നിന്നാണ് മണികണ്ഠൻ ചെറിയ വരുമാനം ഉണ്ടാക്കി അമ്മ ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് അത്രയും സീരിയസ് ആയ അസുഖം മൂലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതേന്ന് തന്നെ പറയട്ടെ. മണികണ്ഠൻ, എന്താണ് വിഷയങ്ങൾ, എന്തൊക്കെയാണ്? ഇപ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ 3 തവണ ഇപ്പം 4ാം തവണയാണ് ഇപ്പോൾ അഡ്മിറ്റ് ആയത്. ഇപ്പോഴത്തെ ഈ ഡോക്ടർ പറയുന്നത് ഒരു ഓപ്പറേഷൻ ഒരു സർജറി കഴിഞ്ഞുകൊണ്ട് ഇനി ഹാർട്ടിന് ഓപ്പറേഷൻ ആരോഗ്യനില മോശമായിട്ട് ചെയ്യാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറ്റത്തില്ല. ഈ 2 കൂട്ടം മരുന്നിലാണ് അമ്മയെ നിറവേറ്റി നിൽക്കുന്നത്. ഈ 2 കൂട്ടം മരുന്നിൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. കാരണം വെച്ചാൽ എൻ്റെ 4 വട്ടം കടയിൽ ജോലി ഉള്ളത് ഞാൻ അവിടെ ചെന്ന് അമ്മയെ കൊണ്ട് അഡ്മിറ്റ് ആകുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ആ ജോലി കടയിലൊക്കെ നിൽക്കുക അവിടെ വേറെ ആളായിപ്പോവും. പിന്നെ ഞാൻ ഇനി ചെന്ന് അമ്മ ഡിസ്ചാർജ് ആയി ചെന്ന് എവിടെയെങ്കിലും കയറി ദിവസങ്ങൾ നമ്മൾ നടന്ന് അലഞ്ഞിട്ടാണ് എന്തെങ്കിലും ജോലി കിട്ടുന്നത്. അമ്മയുടെ മരുന്ന് മേടിക്കുന്നത് തന്നെ പലപ്പോഴും പല സംഘടനകളോ DYFIക്കാരോ ആരെങ്കിലുമൊക്കെ കൂടിയാണ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ ഈ മരുന്ന് മേടിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് അച്ഛനില്ല, നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. നമ്മൾ പലതവണ പഞ്ചായത്തിലും വില്ലേജും കളക്ടറേറ്റിലും കയറി ഇറങ്ങിയിട്ട് നമുക്ക് ഇന്ന അഴി വരെ നമുക്ക് ഒരു വീടിനോ സ്ഥലത്തിനോ ഇന്നലെ അനുവദിച്ച് ഇതേപോലെ മുട്ടാത്ത വാതിലായിരുന്നു വേണ്ടി അത് കിട്ടിയില്ല. പിന്നെ അമ്മയ്ക്ക് ഇപ്പം 4-5 വർഷം കൊണ്ട് വേണമെങ്കിൽ ഇപ്പം ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പം 4 വർഷം പൂർത്തിയായ 4 വർഷം കൊണ്ട് ഇപ്പം നമ്മൾ കയറി ഇറങ്ങി നമ്മൾ ആകെപ്പാടെ ഇപ്പം തന്നെ ഇവിടെ 2 ആഴ്ച പുറത്ത് അഡ്മിറ്റായി. നമുക്ക് ഒരു ചായവെള്ളത്തിന് പോലും നമ്മുടെ ഗതിയില്ലാത്തൊരു സിറ്റുവേഷനായി വന്നിരിക്കുവാണ്. കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ തവണ ഒരു 8 ദിവസത്തിന് മുമ്പ് ഇതിൻ്റെ ഈ 2 സൈസിൽ DYFI ആണ് നമ്മൾ ചെന്ന അവസ്ഥ എന്ന് കരഞ്ഞ് പറഞ്ഞുകൊണ്ട് 10 ദിവസത്തേക്ക് അതും 10 ദിവസത്തേക്ക് അവരെ കൊണ്ട് മരുന്ന് മേടിക്കാൻ എല്ലാവിടെ പിരിവിട്ട് മരുന്ന് മേടിച്ച് ഇപ്പോൾ 10 ദിവസത്തേക്കുള്ള മരുന്ന് അത് 4 ദിവസം കഴിച്ച് ഇനി 6 ദിവസത്തേക്കേ ഉള്ളൂ. ഞാൻ ഇനി ആലോചിക്കുവാണ്, ഇപ്പോൾ തന്നെ ഞാൻ ഞാൻ ആലോചിക്കുവാണ് 6 ദിവസം കൂടെ കഴിഞ്ഞാൽ ആ മരുന്ന് എങ്ങനെ മേടിക്കും? ഞാൻ എന്തോ ചെയ്യും? കാര്യം വെച്ചാൽ ഈ ഒരു 2 കൂട്ടം മരുന്ന് തന്നെ ഒരു മാസം 8,000 രൂപയോളം ആവുന്നു. കാരണം വെച്ചാൽ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അസുഖമാണ്. പക്ഷേ അത് അമ്മയുടെ ആരോഗ്യനില മോശമായതുകൊണ്ട് ഡോക്ടർ ഒന്നും എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് തന്നെയും ഒന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. കാരണം വെച്ചാൽ നമുക്ക് മറ്റാരുമില്ല നമ്മളെ സഹായിക്കാൻ. ആരെങ്കിലും എന്തെങ്കിലും തരുന്നതുകൊണ്ടാണ് ഈ മരുന്ന് മേടിക്കാൻ കൊണ്ട് സഹായിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ ഇപ്പം 2 ആഴ്ച പുറത്തായി ഇവിടെ അഡ്മിറ്റായി. പെറ്റമ്മയെ തെരുവിലും വയോജന കേന്ദ്രത്തിലുമൊക്കെ ഉപേക്ഷിക്കുന്ന ആൾക്കാരുള്ള നാടാണിത്. അവിടെയാണ് മണികണ്ഠനും ജീവിക്കുന്നത്. അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മണികണ്ഠൻ തന്നാലാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നന്നായിട്ടറിയാം മരുന്നുകളുടെ വിലയൊക്കെ എന്താണെന്ന്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മരുന്ന് സ്ഥിരമായി കഴിച്ചാൽ മാത്രമേ അമ്മയുടെ ജീവിതം പിടിച്ചിരുത്താൻ കഴിയൂ. നല്ല വിലയാണ് ഈ മരുന്നിന്. ഈ മരുന്നിപ്പോൾ കുറച്ച് പേരൊക്കെ സഹായിക്കുന്നുണ്ട്, വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, വില കുറച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ അമ്മയുടെ ജീവൻ പിടിച്ചിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പറയും പോലെ ഒരു 6 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ മെഡിസിൻ എങ്ങനെ വാങ്ങണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അത്ര അധികം കഷ്ടപ്പാടിലാണ് ഇദ്ദേഹം. എന്താ മോനെ, ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞാൽ എങ്ങനെയാണ് മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ? 6 ദിവസം കഴിഞ്ഞ് നമ്മൾ
ഈശ്വരനോട് പ്രാർത്ഥിക്കുമല്ല, വേറെ എങ്ങനെ വഴി ഒരു മാർഗ്ഗവും ഇല്ല. നമ്മൾ മുട്ടാത്ത വാതിലില്ല. നമ്മൾ ഒരുപാട് പേരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ എന്തോ 6 ദിവസത്തോടെ ഉള്ള മരുന്നേ ഉള്ളൂ. ഈ ഒരു ഗുളികയുടെ അമ്മയുടെ ഒരു ജീവൻ കിടക്കുന്നത്. ഈ ഒരു ഗുളികയുടെ എനിക്ക് കുറേ കാലത്തോടെ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എൻ്റെ അമ്മ ജീവിച്ചിരിക്കണം എന്നുള്ള കാര്യം. എനിക്ക് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ കുറച്ച് കാലത്തോടൊക്കെ എല്ലാവരുടെയും സഹകരണം, ഈ സുന്മനസ്സുകളുടെ ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ നമ്മൾ അമ്മയെ കുറച്ച് കാലത്തോടെ എനിക്ക് ഈശ്വരൻ്റെ കൃപയായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം ഞാൻ പറയുന്നു. വിസ്മയ ചാനലിൻ്റെ പ്രേക്ഷകർ എല്ലാവരും ഈ മനുഷ്യനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. കാരണം ഒരു അമ്മയുടെ, സ്വന്തം അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെ ഇന്ന് രാവിലെ നമ്മുടെ ചാനലിൻ്റെ ഓഫീസിലേക്ക് കയറി വന്നത്. ഒരു മകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗതികേടാണ്, ഏറ്റവും വലിയ കഷ്ടപ്പാടാണ് അമ്മയുടെ പ്രാഥമിക ആവശ്യങ്ങൾ വരെ നിർവഹിക്കേണ്ടി വരിക എന്നുള്ളത്. ആകെ ഈ മകൻ മാത്രമേ ആ ദേവയാനി എന്ന് പറഞ്ഞ അമ്മയ്ക്കുള്ളൂ. മണികണ്ഠ, അമ്മയുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ മണികണ്ഠയിൽ നിർവഹിക്കുന്നത് ഞാൻ തന്നെ നിറവേറ്റിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളെ കൊണ്ട് എൻ്റെ പെറ്റ മാതാവാണ്. എന്നെ 10 മാസം ചുവന്ന് പറ്റ് പ്രസവിച്ച അമ്മയാണ്. കാരണം വെച്ചാൽ എൻ്റെ ജോലി വരെ 3-4 തവണ കടയിലോ എന്തെങ്കിലും ആയിട്ട് എനിക്ക് ജോലി വരെ പോയാണ് അമ്മയെ ഞാൻ നോക്കുന്നത്. കാരണം വെച്ചാൽ അതിനുള്ള പുണ്യം എനിക്ക് ഈശ്വരൻ തരും. അത് പിന്നെ എനിക്ക് ഇപ്പോഴത്തെ നിലപാട് എനിക്ക് ജോലി പോലും ഇല്ല. എൻ്റെ കയ്യിലുള്ളത് മൊത്തം അമ്മയ്ക്ക് മരുന്നിനും ഇതിനും ചിലവായി. ഇനിയിപ്പോൾ ഇവിടുത്തെ നാളത്തെ എന്തോ ചെയ്യും, നാളത്തുള്ള ആഹാരത്തിൻ്റെ കാര്യത്തിൽ മരുന്നിൻ്റെ എന്തോ ചെയ്യും എന്നുള്ള ബുദ്ധിമുട്ട് നമ്മൾ ദൈവം ഈശ്വരനോട് തന്നെ പറഞ്ഞ് നിൽക്കുവാണ്. നൊന്ത് പ്രസവിച്ച സ്വന്തം അമ്മയെ കുറച്ചു കാലം കൂടി തൻ്റെ കൂടെ ചേർത്ത് നിർത്താനാണ് ഈ ചെറുപ്പക്കാരൻ ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത്. വിസ്മയ ന്യൂസിൻ്റെ നല്ലവരായ പ്രേക്ഷകർ ഈ ചെറുപ്പക്കാരനെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. അവൻ്റെ അമ്മയുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ എല്ലാവരുടെയും സന്മനസ്സുണ്ടാവണം. ഏതായാലും ഈ സ്റ്റോറിയുടെ അവസാനം ഈ ചെറുപ്പക്കാരൻ്റെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പരൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ മുഹമ്മദ് കാസിമിനൊപ്പം ശ്രീത് മാരാർ, സൈനിങ് ഓഫ്.